ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. വീട്ടുമുറ്റത്ത് ഒരു മുരിങ്ങ മരമെങ്കിലും നട്ടുപിടിപ്പിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നട്ടുപിടിപ്പിക്കാത്തവർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമുക്ക് ഗ്രോ ബാഗിലും വലിയ കണ്ടെയ്നറിലും ഒക്കെ നമുക്ക് മുരിങ്ങ ചെടി നട്ടുപിടിപ്പിക്കാവുന്നതാണ്. സാധാരണ രണ്ട് രീതിയിലാണ് നമ്മൾ മുരിങ്ങ കൃഷി ചെയ്യുന്നത്. കമ്പുകൾ വെട്ടിയിട്ട് കുത്തിക്കൊടുത്തിട്ടും അതുപോലെ വിത്തുകൾ പാകി മുളപ്പിച്ചിട്ട് തൈകൾ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം മാറ്റി നട്ടിട്ടുമാണ് നമ്മൾ നട്ടു വളർത്തുന്നത്. മരമുരിങ്ങയും ചെടി മുരിങ്ങയും എന്നീ രണ്ട് തരത്തിൽ സാധാരണ മുരിങ്ങ വളർത്തി വരാറുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കാണാം. ഇത് ഒരു 5 മാസം പ്രായമായ ഒരു മുരിങ്ങ ചെടി ഞാൻ നട്ട് വളർത്തുന്നതാണ്. അതായത് ഈ കഴിഞ്ഞ ഞാറ്റുവേലയ്ക്ക് ഞാൻ നട്ട് പിടിപ്പിച്ചതാണിത്. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഞാൻ ഇതിന് അത്യാവശ്യം വളങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ കൊണ്ട് നട്ടതാണ്. അപ്പോൾ ഒരു ഘട്ടം വരെ നമ്മൾ അതിന് വെള്ളവും വളമൊക്കെ കൊടുക്കണം. വളർന്ന് വലുതായതിന് ശേഷം പിന്നെ ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഇതിപ്പോൾ ഞാൻ 2 എണ്ണം ഗ്രോ ബാഗിലാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. 2 തൈകൾ. അപ്പോൾ എനിക്കിത് വളരെ ചെറിയ തൈകളായിട്ടായിരുന്നു ഞാൻ കൊണ്ടുവന്നത്. ആ സമയത്ത് എനിക്കിത് മണ്ണിലോട്ടേക്ക് നിലത്ത് നട്ടുപിടിപ്പിക്കാനൊരു പേടിയായിരുന്നു. അപ്പോൾ ഇത് നന്നായി കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി കാരണം ഞാനിത് തറയിൽ നട്ടില്ല, ഗ്രോ ബാഗിൽ തന്നെ വെച്ചു. ഇപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. മുരിങ്ങ വിത്തുകൾ പാകി മുളപ്പിക്കുവാൻ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് സീഡ് ഷോപ്പിൽ നല്ല ഹൈബ്രിഡ് മുരിങ്ങ വിത്തുകൾ ലഭ്യമാണ്. അതുപോലുള്ള ഒരു ഹൈബ്രിഡ് മുരിങ്ങ വിത്താണിത്. ഇങ്ങനെയാണ് മുരിങ്ങ വിത്ത് ഉണ്ടാവുക. അപ്പോൾ ഞാനിത് പാകി മുളപ്പിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 6 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് മുരിങ്ങ വിത്ത്. വെള്ളത്തിലോ കഞ്ഞി വെള്ളത്തിലോ അല്ലെങ്കിൽ കരിക്കിൻ വെള്ളത്തിലോ സൂഡോമോണസ് ലായനിയിലോ നമുക്ക് ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ട് പാകി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചകിരിച്ചോറ്, അതായത് ചകിരി കമ്പോസ്റ്റാണ് എടുത്തിട്ടുള്ളത് വിത്ത് പാകുവാനായിട്ട്. നമുക്ക് ചകിരിച്ചോറും ചാണകപ്പൊടിയും വേണമെങ്കിൽ ചേർത്തിട്ടും വിത്തുകൾ പാകാവുന്നതാണ്. ഞാനിവിടെ ചകിരി കമ്പോസ്റ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് പാകി കൊടുക്കാം. അതിനു മുന്നേ നമുക്ക് വിത്തുകൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു ചിറകുകളോട് കൂടിയുള്ള വിത്താണ് മുരിങ്ങ വിത്ത്. നമുക്കിത് വേണമെങ്കിൽ ഇത് കുറച്ച് കട്ടിയുള്ള തോടാണ് ഇതിന്. അപ്പോൾ നമുക്ക് ഇത് പാകുന്ന സമയത്ത് ഇതിൻ്റെ പുറമേയുള്ള കട്ടിയുള്ള തോട് നമുക്കിതുപോലെ ഉള്ളിലുള്ള ആ സീഡിന് വേറെ കുഴപ്പമൊന്നും പറ്റാത്ത രീതിയിൽ നമുക്കിതുപോലെ ഇങ്ങനെ അടർത്തിയെടുത്തിട്ട് നമ്മൾ ഒരു പോറൽ പോലും പറ്റാൻ പാടില്ല. പെട്ടെന്ന് മുളച്ച് കിട്ടാൻ ഈ രീതിയിൽ നമ്മൾ അടർത്തിയെടുത്തതിന് ശേഷം ഈ വിത്ത് മാത്രം നമുക്ക് പാകി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഞാനിവിടെ 2 രീതിയിലും ഇവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ മുഴുവൻ തോടോട് കൂടിയും ഇട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ തോടോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ പാകി കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇതിൻ്റെ ഈ ചിറകുകൾ എടുത്തതിന് ശേഷം നമുക്ക് പാകി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് മുളച്ച് കിട്ടും. ഇത് കണ്ടില്ലേ, ചിറകുകൾ കംപ്ലീറ്റ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പാകി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഇപ്പോൾ സാധാരണ. അപ്പോൾ ഇത് ഞാൻ ഓരോന്നായിട്ട് മണ്ണിൽ കുഴിച്ചിടുവാണ്. വിത്തോളം ആഴത്തിൽ കുഴിച്ചിടുക. അതിനുശേഷം കുറച്ചുകൂടി ചകിരിച്ചോറ് ഇതിൻ്റെ മേലെ കൂടി വിതറി കൊടുക്കുക.
ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ തെളിച്ച് കൊടുക്കുന്നുണ്ട്. മുളച്ച് വരുന്നത് വരെ 2 നേരം ഇതുപോലെ വെള്ളം കൊടുക്കണം. ഇപ്പോൾ ഞാൻ നഴ്സറിയിൽ നിന്ന് ഒരു ചെറിയ മുരിങ്ങത്തൈ വാങ്ങിച്ചിട്ടുണ്ട്. നഴ്സറിയിൽ നിന്ന് വാങ്ങിയ 2 തൈകളാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ അതെങ്ങനെയൊക്കെയാണ് അതിനെ പരിചരിച്ച് ഈ നിലയിലാക്കിയത് എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഗ്രോ ബാഗിലോട്ടേക്ക് നട്ടു കൊടുക്കാം. ഈ ഗ്രോ ബാഗിൽ ഞാൻ എന്തൊക്കെയാണ് ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ ചകിരിച്ചോറ്, ഉണക്ക ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിലോട്ടേക്ക് ഞാൻ ഈ തൈ നട്ടു കൊടുക്കാൻ പോവുകയാണ്. നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഗ്രോ ബാഗിലോട്ടേക്ക് ഈ മുരിങ്ങത്തൈ നട്ട് പിടിപ്പിക്കുവാണ്. നല്ലോണം ഉറപ്പിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ദിവസം ഓരോ നേരം ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം, ഒരു പ്രായം എത്തുന്നത് വരെ. മുരിങ്ങ ചെടിക്ക് വെള്ളം പോലെ തന്നെ നമ്മൾ ഒരു പൂക്കാൻ തുടങ്ങുന്നത് വരെ, ഒരു വലിപ്പം എത്തുന്നത് വരെ നമ്മൾ അതിന് വെള്ളവും വളമൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു ജൈവ സ്ലറി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായത് വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, പച്ചച്ചാണകം. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു 15 ലിറ്റർ വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു വളമാണ്. വലിയ മരമായ മുരിങ്ങയ്ക്കൊന്നും വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. പക്ഷേ ഇതിപ്പോൾ വളർന്നു വരാൻ നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന വളങ്ങളൊക്കെ കൊടുക്കണം. ഇത് ഞാനൊരു ബക്കറ്റിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പുളിപ്പിച്ചത് ഇതിലോട്ടേക്ക് ഒരു 15 ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ നേർപ്പിച്ച ജൈവവളം നമുക്ക് മുരിങ്ങയ്ക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം, കൂടുതൽ വേണ്ട. ചിലരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, 3-4 വർഷമായി മുരിങ്ങ നട്ടിട്ട് പൂക്കുന്നില്ല, കായ്ക്കുന്നില്ല എന്നൊക്കെ. അത് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അഭാവം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, അതായത് മൈക്രോ ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൈക്രോ ന്യൂട്രിയൻസ് ആണ്. ഇത് നമ്മൾ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയതിന് ശേഷം ഇതിൻ്റെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക വേണ്ടത്. മുരിങ്ങ ചെടിയുടെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂക്കുന്നില്ല, കായ്ക്കുന്നില്ല എന്നുള്ള പ്രശ്നമൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും. പിന്നെ നട്ടിട്ട് 6 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇലയിൽ ഒരു മഞ്ഞളിപ്പ് പോലെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ യൂറിയ, പൊട്ടാഷ് അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ചെറിയ തൈകൾ നമ്മൾ നട്ട് ഇത്ര ഒരു വലുപ്പമാകുന്ന സമയത്ത് ഞാനിതിൻ്റെ ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് വന്നായിരുന്നു. അപ്പോൾ ഈ ബ്രാഞ്ചും ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇടയിലൊക്കെ കുറേ ചെറിയ ബ്രാഞ്ചസൊക്കെ വന്നായിരുന്നു, അതൊക്കെ കരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ 2 ബ്രാഞ്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെ മുരിങ്ങ നട്ട് കൊടുത്തിട്ടാകുമ്പോൾ ഒരു 1.5 അടി ഉയരത്തിലെത്തുന്ന സമയത്ത് നമ്മളിത് മേലേന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പ്രൂണിങ് നമ്മുടെ മുരിങ്ങച്ചെടിക്ക് മസ്റ്റാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, ഇങ്ങനെ ഒറ്റ തടിയായിട്ട് മേലോട്ട് പോവാതെ ഇങ്ങനെ പടർന്ന് പന്തലിച്ചിട്ട് നമുക്ക് മുരിങ്ങച്ചെടി കാണാനും നല്ല ഭംഗിയായിരിക്കും. അതുപോലെ പിന്നെ അധികം ഉയരത്തിലോട്ടേക്ക് ഒറ്റത്തടിയായിട്ട് പോകുകയില്ല. അപ്പോൾ മുരിങ്ങച്ചെടിയിൽ ഇലകളും കായും പൂവും എല്ലാം ഭക്ഷ്യയോഗ്യമാണ്.
മറ്റു ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, നന്നായി പൂക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഒരു കായ് പോലും അതിൽ പിടിക്കുന്നില്ല എന്നുള്ളത്. അത് പരാഗണം നടക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മളെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ പൂത്ത് കിടക്കുന്ന സമയത്ത് ആ കൊമ്പുകളൊക്കെ ഒന്ന് കുലുക്കി കൊടുക്കണം. അപ്പോൾ പരാഗണം നടന്നോളൂ. മെയ് ജൂൺ മാസങ്ങളിലാണ് കമ്പ് മുറിച്ച് നടുവാനുള്ള നല്ലൊരു സമയം. ആ സമയത്ത് നമ്മൾ കമ്പ് മുറിച്ച് നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. മുരിങ്ങ ഇലയിൽ സാധാരണയായിട്ട് കാണപ്പെടുന്നത് കീടാക്രമണം എന്ന് പറയുന്നത് ഇലതീനിപ്പുഴുക്കളുടെ ആക്രമണമാണ്. അപ്പോൾ അതിന് നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. മുരിങ്ങ പൂക്കുന്നില്ല കായ്ക്കുന്നില്ല എന്ന് പറയുന്നതിന് വേറൊരു പരിഹാര മാർഗമാണ്. അതായത് ഇളം ചൂടുള്ള കഞ്ഞിവെള്ളത്തിൽ ചാരവും അതുപോലെ തന്നെ കടുക് അരച്ചതും ചേർത്ത് കലക്കിയതിന് ശേഷം ചുവടിൽ നിന്നും ഒരടി മാറിയിട്ട് മുരിങ്ങ മരത്തിന് ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് പൂക്കളും കായ്ക്കളും ഉണ്ടാകുവാൻ നല്ലതാണെന്ന് പണ്ട് മുതലേ ആൾക്കാർ പറയുന്ന കേൾക്കാറുണ്ട്. കൂടുതൽ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത നമ്മുടെ മുരിങ്ങച്ചെടി ഒന്നെങ്കിലും എല്ലാവരും വീട്ടിൽ നട്ടുപിടിപ്പിക്കണം. ഗ്രോ ബാഗിലോ വലിയ കണ്ടെയ്നറിലോ നിലത്തോ എവിടെ വേണമെങ്കിലും നമുക്കിത് കൃഷി ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊക്കെ അനുകൂലമായ കാലാവസ്ഥ വരുന്ന സമയത്ത് ഇത് മണ്ണിലോട്ടേക്ക് വലിയ കുഴിയെടുത്തിട്ട് അതിലോട്ടേക്ക് മാറ്റി നടുവാണ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.